അപ്പോൾ ഗൈസ്, ഞാൻ ഇപ്പോൾ ഉള്ളത് കണ്ണൂർ പുതിയ സ്റ്റാൻഡ് കേട്ടോ. അപ്പോൾ ഒരു എന്താ പറയുക, നമ്മളെ ഈ കേരളത്തിൽ നടക്കുന്ന കൊള്ളകളെല്ലാം ഇങ്ങനെ പുതിയൊരു അനുഭവത്തിലൂടെയാണ് അറിയാൻ പറ്റുന്നത്. ഞാനിപ്പോൾ ഒരു കോഴിക്കോട് നിന്ന് ഒരു സാധനം കൊടുത്തു വിട്ടിട്ട് ഈ ഒരു ചെറിയ സാധനം ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ ചെറിയൊരു ബോർഡിലുള്ള സാധനം കോഴിക്കോട് നിന്ന് കൊടുത്തു വിട്ടിട്ട് ഞാൻ ബസ്സിലത് മേടിക്കാൻ വേണ്ടി വന്നതാണ്. രാവിലെ വിട്ട് ഒരു മണി 2 മണി മുതൽ ഞാൻ എടുക്കുന്നുണ്ട്. ആ ബസ് വേറെ കാര്യങ്ങളുണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞ് പിന്നെ 2 മണി 3 മണി മുതൽ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്ന് ഈ സാധനം ബസ്സിൽ കയറി എടുക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ അടുത്ത് ഒരു കൂലിക്കാരൻ കയറിയിട്ട് ആ സാധനം എടുത്ത് താഴെ വെച്ച്. ജസ്റ്റ് ആ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന് എടുത്ത് താഴെ വെച്ച്. ഞാൻ പറഞ്ഞിട്ടില്ല, ഇതാക്കിയിട്ടില്ല. അവരവശത്തിന് കയറി. ഞാൻ ആദ്യമായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ എടുത്ത് താഴെ വെച്ചപ്പോൾ തന്നെ ഞാൻ എടുക്കാൻ നോക്കുമ്പോൾ 50 റുപ്യ വന്നേ. പെട്ടെന്ന് ഞാൻ ഷോക്കായി. ആകെ ഈ സാധനത്തിന് അത്രയും എന്താ പറയുക, അവിടെ നിന്ന് ബസ്സിലും പൈസ കൊടുത്ത് അങ്ങനെയൊക്കെയാണ് ഈ സാധനം വരുന്നത്. എനിക്ക് ഈ സാധനം വിൽക്കാനുള്ള സാധനമാണ്. അപ്പം എന്നെക്കൊണ്ട് വലിയ ലാഭം ഉണ്ടായിട്ടൊന്നല്ല, വലിയ ലാഭമുള്ള സാധനമല്ല. അതെടുത്ത് താഴെ വെച്ചതിന് അവരെന്നോട് ചോദിച്ച എമൗണ്ടാണ് 50 രൂപ എന്ന് പറയുന്നത്. 50 രൂപ എന്നെ സംബന്ധിച്ച് അത് വെറുതെ കൊടുക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് ആ എമൗണ്ട് വലിയൊരു എമൗണ്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനെ അതിനുവേണ്ടി ഞാൻ ചോദ്യം ചെയ്തപ്പോൾ ആ റൂമിൽ വെച്ചോളൂ എന്ന് പറഞ്ഞാൽ അവിടെ പോയി. അവിടുന്ന് ഞാനിങ്ങനെ 50 റുപ്യ അങ്ങനെയാണ് നിങ്ങൾ അത് എന്നെക്കൊണ്ട് നന്നാകണമെങ്കിൽ നന്നാകട്ടെ എന്ന് പറയുമ്പോൾ അവർ ഭയങ്കര റൂഡായിട്ട് സംസാരിച്ച ടൈമിൽ ഞാൻ ക്യാമറ ഓൺ ആക്കി എൻ്റെ സേഫ്റ്റി കൊണ്ട്. കാരണം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, അവരൊരു 5-8 പേരുണ്ട്. അപ്പം എൻ്റെ സേഫ്റ്റി കൊണ്ട് ക്യാമറ ഓൺ ആക്കിയപ്പോൾ തന്നെ അവർക്ക് അതുവരെ ഒരു പ്രശ്നമില്ലാത്ത ആൾക്കാർ ക്യാമറ ഓൺ ആയപ്പോൾ പ്രതികരിക്കാൻ തുടങ്ങി. എന്നെ കയറി അടിക്കാൻ നോക്കി ഒരാൾ എന്നെ കയറി അടിക്കാൻ നോക്കി. അപ്പോൾ തന്നെ ക്യാമറ ഓഫ് ചെയ്ത് വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അതിൻ്റെ ചെറിയൊരു ഫുട്ടേജ് ഉണ്ട്, കിട്ടിയിട്ടില്ല. അതിൻ്റെ ചെറിയൊരു ഫുട്ടേജ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ കൊള്ളലാഭം എടുക്കുന്നത് കൊള്ളയാണ് നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടെന്ന് ആദ്യമായിട്ട് അറിയുന്നത്. ജീവിതത്തിൽ ഓരോ അനുഭവങ്ങളിലൂടെ നമ്മൾ ഇങ്ങനെയൊക്കെ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത്. ഇങ്ങനെ കൂലിക്കാരെയൊക്കെ അവിടെ എവിടെയും കാണുന്നുണ്ട്, ഇവരെങ്ങനെയാണ്, ഇവരെ സാലറി എങ്ങനെയാണ്, ഇതൊന്നും എനിക്ക് അറിയില്ല. ഇപ്പാണ് അറിയുന്നത് ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ട്. ഇവർക്ക് ഇവരതായി നിയമിച്ച നിയമമാണോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ നിയമമാണോ ഒന്നും എനിക്കറിയില്ല, ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. പക്ഷെ ഇങ്ങനെയൊക്കെ കൊള്ളയടിച്ച് പൈസ മേടിക്കാൻ പാടുന്നോന്നാണ്. നമ്മൾ പണിയെടുത്ത് ഉണ്ടാക്കുന്ന പൈസക്ക് നമുക്ക് നല്ല വില ഉണ്ടാവും. ആ ബസ്സിന്റെ സ്റ്റെപ്പിന്റെ അവിടെ നിന്ന് എടുത്ത് താഴെ വെച്ചതിനാണ് എന്നോട് 50 രൂപ ചോദിച്ചത്. അതെന്നെ സംബന്ധിച്ച് വലിയൊരു എമൗണ്ട്. ഞാൻ പറഞ്ഞു, ഏട്ടാ, ഞാൻ നല്ല രീതിയിൽ പറഞ്ഞു, ഏട്ടാ, നല്ല ഒരു ന്യായമായ വിലയൊക്കെ ചോദിക്കുന്നത് കുറച്ച് അധികമാണ്. പൈസ കൊടുക്കേണ്ട ആവശ്യം പോലും എനിക്കുണ്ടെന്ന് തോന്നില്ല. പക്ഷെ എന്നാലും എന്റെ മാന്യതയിൽ ഞാൻ പറഞ്ഞു ഒരു 20-30 ആണെങ്കിൽ ഓക്കെ ഏട്ടാ, പെട്ടെന്ന് 50 പറയില്ല. ഞാൻ പറഞ്ഞു അതെങ്ങനെയാണ്, ഞാൻ കിട്ടി ചെറിയ സാധനങ്ങൾ വന്നിട്ട് എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു അതെനിക്ക് നോക്കേണ്ട ആവശ്യമില്ല, ആരും ഇതുവരെ നിങ്ങളെ പേടിച്ചിട്ട് പ്രതികരിക്കാതെയായിരിക്കും. എനിക്ക് അങ്ങനത്തെ പേടിയില്ല, അതുകൊണ്ട് ഞാൻ പ്രതികരിക്കുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ വീണ്ടും 50 ഇല്ലാണ്ട് പറ്റില്ല. എന്റെ സാധനം എടുത്ത റൂമിലേക്ക് പോയി. അങ്ങനെയൊക്കെയാണ് ഉണ്ടായത്. എന്തൊക്കെ കൊച്ചു കേരളത്തിൽ നടക്കുന്നതെന്ന് അറിയില്ല.